إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 96-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. മുൻ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവർക്കുള്ള പ്രത്യേകമായ പലതരത്തിലുള്ള പദവികളും പ്രതിഫലങ്ങളും വിശദീകരിച്ചു. ഈ ആയത്ത് അതിന്റെ തന്നെ തുടർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദറജാത്തിൻ മിൻഹു വമഗ്ഫിറത്തും വറഹ്മ, ദറജാത്തിൻ മിൻഹു അവങ്കൽ നിന്നുള്ള പലതരത്തിലുള്ള പദവികൾ അവർക്ക് ലഭിക്കുന്നതാണ്. വമഗ്ഫിറത്തൻ അവരുടെ ദോഷങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അവർക്ക് മഗ്ഫിറത്ത് പാപമോചനം ലഭിക്കുന്നതാണ്. വറഹ്മതൻ അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നതാണ്. അല്ലാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയുന്നതാണ്. ആ രൂപത്തിൽ വലിയൊരു വിജയത്തിലേക്ക് അവർ മുന്നോട്ട് പോകുന്നതാണ്. അല്ലാഹുവിന്റെ പാപമോചനവും അതുപോലെ അല്ലാഹുവിന്റെ റഹ്മത്തും കൊണ്ടവർക്ക് വലിയ വിജയമുണ്ടാകും. അവർ വലിയ പദവികൾ അല്ലാഹുവിന്റെ മുന്നിൽ അവർക്കുണ്ട്. അല്ലാഹുവിങ്കൽ വലിയ വലിയ പദവികളുണ്ട്. അത് സ്വർഗപ്രവേശനത്തോടു കൂടിയാണ് അവർക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല, ഖബറിലും അതുപോലെ മഹ്ശറിലും അവർക്ക് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളൊന്നുമില്ലാതെ നല്ല തരത്തിലുള്ള സഹായങ്ങൾ അല്ലാഹുവിങ്കൽ നിന്നും ലഭിക്കും. അങ്ങേയറ്റത്തെ എളുപ്പം ലഭിക്കും എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. അല്ലാഹു ആകുന്നു ഗഫൂറർ റഹീമ, അങ്ങേയറ്റം കൊടുക്കുന്നവനും റഹീമൻ കരുണാനിധിയുമാകുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു കാരുണ്യവാനാകുന്നു. ദോഷങ്ങളൊക്കെയും അവന്റെ സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ നടത്തുന്നവരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും പാഴായി പോകില്ല. അതിന് കൃത്യമായ പ്രതിഫലം ലഭിക്കും. വലിയ വലിയ പദവികൾ അല്ലാഹുവിങ്കൽ അവർക്ക് ലഭിക്കാനുണ്ട് എന്നുള്ള ഒരു കൃത്യമായ ഒരു ബോധോദയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി മുഅ്മിനീങ്ങൾക്ക് പകർന്നു നൽകുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.